ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ തൻ്റെ ഉള്ളം കൈയിൽ കാത്തു പരിപാലിച്ചു. തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ണിലെ കൃഷ്ണമണി പോലെ അവരെ പരിചരിച്ചു. കഴുകൻ്റെ ചിറകിൻ്റെ കീഴിൽ എന്നതുപോലെ അവരെ സംരക്ഷിച്ചു. ആ സംരക്ഷണമാണ് ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടത് എന്ന് നാം ഈ വചനഭാഗങ്ങളിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ കരുതലിൻ്റെ കരം നമ്മുടെ മേലുണ്ടാകാൻ വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അവിടുത്തോട് യാചിക്കുകയും ചെയ്യാം. സ്നേഹമുള്ളവരെ, ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈജിപ്തിനെക്കുറിച്ചുള്ള വിചിന്തന സംസ്കാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. മോശയെ വിളിക്കുന്നതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി. ഇസ്രായേലിൻ്റെ പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ദൈവശാസ്ത്രവും മനസ്സിലാക്കി. ഇനി മോശയുടെ വിളിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. 3-ാമത്തെ അധ്യായം മോശയുടെ വിളിയാണ്. മോശയെ വിളിക്കുന്നതിലൂടെ മോശയും അഹറോനെയും കർത്താവ് തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം കർത്താവ് ഇവരെ തൻ്റെ ദൗത്യം ഏൽപ്പിച്ചു വിടുകയാണ്. കർത്താവിൻ്റെ അതിശക്തമായിട്ടുള്ള കരങ്ങൾ എങ്ങനെയാണ് ഈജിപ്ത് ദേശത്ത് പ്രവർത്തിച്ചത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം മുതൽ 10-ാമത്തെ അധ്യായം വരെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇവരെ, ഈ ജനത്തെ, കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ ദർശിച്ച ഈ ജനം വാഗ്ദാന നാട്ടിലേക്ക് ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് സ്വതന്ത്രമായി പോകുന്നതിന് മുമ്പ് പെസഹ എന്ന് പറയുന്ന തിരുനാൾ ആചരിക്കുന്നു. സീ ഓഫ് റീഡ്സ് അല്ലെങ്കിൽ ഞാങ്ങണകളുടെ കടൽ കടന്ന് ഈ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ കടൽ കടന്ന് സീനായ് മലയുടെ അടിവാരത്തിലേക്ക് പോകുന്നു. സീനായ് മലയുടെ അടിവാരത്തിൽ നിന്നുകൊണ്ട് 11 മാസത്തോളം ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം കൽപ്പനകളിലൂടെയും അതുപോലെ തന്നെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിലൂടെയും അവർക്ക് സംലഭ്യമാകുന്നു. കർത്താവ് അവരുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി സാക്ഷ്യകൂടാരവും സാക്ഷ്യപേടകവും സ്ഥാപിക്കാൻ കൽപ്പിക്കുന്നു. അതുവഴിയായി ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവരുടെ വിഷമതകളിൽ പങ്കെടുക്കുന്ന, മനസ്സിലാക്കുന്ന ദൈവമായി ആ ദൈവം മാറുന്നു. അതിനുശേഷം അവർക്ക് ദൈവിക നിയമങ്ങൾ കൊടുക്കുന്നു. വിശുദ്ധമായ ജീവിതം നയിക്കാനും ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന ദൈവിക നിയമങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ സീനായ് മലയുടെ അടിവാരത്ത് നിന്ന് ഇസ്രായേൽ ജനം വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക് വീണ്ടും അടുത്ത യാത്ര പുറപ്പെടുന്നു. കാദേശ് ബർണ എന്ന് പറയുന്ന പ്രദേശത്തെത്തുന്നു. ഇവിടെയൊക്കെ, ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ധാരാളമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ട്. വിശ്വാസത്തിൽ വ്യതിചലിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രയാസങ്ങൾ, ഈ മരുഭൂമിയുടെ അനുഭവത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ഇവയെല്ലാം തരണം ചെയ്ത് കാദേശ് ബർണയിലെത്തുന്നു. അവിടെ ദീർഘകാലം വസിച്ചതിന് ശേഷം തിരികെ ഏദോം എന്ന് പറയുന്ന ദേശത്തിലൂടെ കടന്ന്, അതിൻ്റെ ബോർഡറിലൂടെ കടന്ന് മോവാബ് എന്ന് പറയുന്ന ദേശത്തിലൂടെ പ്രവേശിച്ച് വാഗ്ദാന ദേശത്തിൻ്റെ ഇങ്ങേ കരയിൽ ജോർദാൻ മറുകര ഇവിടെ എത്തി നിൽക്കുന്ന അവസരത്തിലാണ് നിയമാവർത്തന പുസ്തകം അവസാനിക്കുന്നത്. ജോഷുവയുടെ പുസ്തകം ആരംഭിക്കുന്നതോ ജോർദാൻ്റെ മറുകരയിൽ നിന്ന് ജോഷുവ ഇസ്രായേൽ ജനങ്ങളെ വാഗ്ദാനത്തിന് ദേശത്തേക്ക് ചെറിയക്കോ പട്ടണത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തോടു കൂടിയാണ് എക്സോഡസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗം തീരുന്നത്. ഞാൻ പറയുന്നത് പ്രാരംഭ ഭാഗമാണ്. അതിൻ്റെ ആദ്യ ഭാഗം തീരുന്നത് അവിടെയാണ്. ദൈവശാസ്ത്രം തീരുന്നത് അവിടെയാണ്. എന്നാൽ അടുത്ത ദൈവശാസ്ത്രം എന്ന് പറയുന്നത് എന്തിനായിരുന്നു എക്സോഡസ്, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ആ ലക്ഷ്യമാണ് 3-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഈ പുറപ്പാടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവാരാധനയാണ്. ആ ആരാധന പൂർണ്ണതയിലെത്തുന്നത് ജെറുസലേം ദേവാലയത്തിൻ്റെ
നിർമ്മാണത്തോടു കൂടിയാണ്. അവിടെ വാഗ്ദാന പേടകം സ്ഥാപിച്ച് സോളമൻ രാജാവ് നടത്തുന്ന പ്രാർത്ഥനയിലൂടെയാണ്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. അപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് കേവലം ഒരു പുസ്തകമല്ല, മറിച്ച് ഈ പുസ്തകം ആരംഭിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ സമാപിക്കുന്നത്, അതിൻ്റെ പൂർണ്ണത നിലനിൽക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായത്തിലാണ്. ഇത്രയും നീണ്ടു നിൽക്കുന്ന ദൈവശാസ്ത്രവും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വിവരണങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് പുറപ്പാടിൻ്റെ പുസ്തകം. ഇതാണ് അതിൻ്റെ ഏകദേശത്തിലുള്ള ഒരു സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. എന്നാൽ ആദ്യ ഭാഗമായ മോശയുടെ വിളിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മോശയുടെ വിളി രേഖപ്പെടുത്തിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് 3-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ 6-ാമത്തെ അധ്യായത്തിലും കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെയും 6-ാം അധ്യായം 2 മുതൽ 7-ാം അധ്യായം 7 വരെയുള്ള വചനഭാഗങ്ങളിലാണ് കോൾ ആൻഡ് കമ്മീഷനിങ് ഓഫ് മോസസിനെ കുറിച്ച് കാണുന്നത്. മോശയുടെ വിളിയും മോശയുടെ ദൗത്യവും. എങ്ങനെയാണ് മോശ വിളിക്കപ്പെടുന്നത്? ഹൊറേബ് മല, സിനായ് മല, ഹൊറേബ് മല എന്നൊക്കെ പറയും. ആ ഹൊറേബ് മലയുടെ അടിവാരത്ത് നിൽക്കുമ്പോൾ ആണ് മോശയ്ക്ക് ഒരു ദർശനമുണ്ടാകുന്നത്. മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുമ്പോൾ, അപ്പോൾ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുന്ന മിദ്യാനിലെ പുരോഹിതനായ ജത്രോയാണ് മോശയുടെ അമ്മായിയപ്പൻ. അപ്പോൾ ഈ മിദ്യാൻ എവിടെയാണ് കിടക്കുന്നത്? പലരും പറയുന്നത് മിദ്യാൻ ഈജിപ്തിൻ്റെ അങ്ങേ അറ്റത്തിലാണ്. പക്ഷേ ഈജിപ്തിൻ്റെ അങ്ങേ അറ്റമല്ല, ഈ സീനായ് മലയുടെ സമീപത്താണ്, അല്ലെങ്കിൽ ഹൊറേബ് മലയുടെ സമീപത്തായിട്ടാണ് മിദ്യാൻ കിടക്കുന്നത്. അപ്പോൾ മിദ്യാനും ഹൊറേബ് മലയും ഒക്കെ അടുത്തടുത്ത പ്രദേശങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മാപ്പ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുക? ഇദ്ദേഹം ഒരു തെയോഫനി കാണുകയാണ്, ദൈവദർശനം കാണുകയാണ്. അത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നും കാണാത്ത രീതിയിൽ. വളരെ എക്സെപ്ഷനായിട്ട് കണ്ടത് ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ യാക്കോബിനുണ്ടാകുന്ന ഒരു ദർശനമാണ്. ആ ദർശനം ഇതായിരുന്നല്ലോ, ഗോവണിയെക്കുറിച്ചുള്ള ദർശനം. മാലാഹമാർ കയറുന്നതും ഇറങ്ങുന്നതും അദ്ദേഹം കണ്ടു. അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. ഇവിടെ കാണുന്ന ദർശനം ഒരു കത്തിച്ചാമ്പലാകാത്ത, കത്തിജ്വലിക്കുന്ന എന്നാൽ ചാമ്പലാകാത്ത ഒരു മുൾപ്പടർപ്പാണ്. ഈ മുൾപ്പടർപ്പ് കാണാൻ വേണ്ടി അദ്ദേഹം അടുത്ത് ചെല്ലുന്നു എന്നതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഹെബ്രായ ഭാഷയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് ഇപ്രകാരമാണ്: മുൾപ്പടർപ്പ് കാണുന്നു, കത്തിച്ചാമ്പലാകുന്നില്ല. അതുകൊണ്ട് മോശ പറയുകയാണ് ആ സൂറാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് മീ ടേൺ ബാക്ക്, ടേൺ എസൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? സൂർ എന്ന വാക്കിൻ്റെ അർത്ഥം ഹെബ്രായ ഭാഷയിൽ കൺവേർഷൻ എന്ന് തന്നെയാണ്. കൺവേർഷൻ, തിരിയുക. ജീവിതത്തിൽ ഈ മോശ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ജീവിത കഥകളൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഇസ്രായേൽക്കാരും ഈജിപ്തുകാരും തമ്മിൽ അടിപിടി ഉണ്ടായപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന വ്യക്തിയാണ്. അത്രമാത്രമുള്ള ഒരു ധൈര്യശാലിയായിട്ടൊരു മനുഷ്യൻ, ഈജിപ്തുകാരനെ കൊല്ലാൻ വേണ്ടി തക്കത്തിലുള്ള ധൈര്യം കാണിച്ച മനുഷ്യൻ. അതുപോലെ തന്നെ മറ്റ് മിദ്യാനിലെ ദൈവവുമായിട്ട്, മിദ്യാനിലെ ദേവതകളുമായിട്ട് ഒക്കെയുള്ള ബന്ധമുണ്ടായിരുന്ന മനുഷ്യൻ. മിദ്യാനിലെ പുരോഹിതനായിരുന്നു, അല്ലേ? മിദ്യാനിലെ പുരോഹിതനായിരുന്നു ജത്രോ. അപ്പോൾ ജത്രോയുടെ സ്വാധീനം, മിദ്യാൻ ദേവന്മാരോടും ദേവതകളോടുമുള്ള സമീപനം, ഇങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏകദേശം ഈ മോശ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ മോശയ്ക്കൊരു കൺവേർഷൻ ആവശ്യമാണ്. ആ കൺവേർഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാനൊന്ന് തിരിഞ്ഞു നിൽക്കട്ടെ, ഈ ദൃശ്യമൊന്ന് അടുത്ത് എന്ന് കാണട്ടെ. അപ്പോൾ ഇവിടെ കാണുന്ന തെയോഫനിയും ആ തെയോഫനിയിലൂടെ അദ്ദേഹത്തിനുണ്ടാകുന്ന, അല്ലെങ്കിൽ ദൈവ ദർശനവും ആ ദർശനത്തിലൂടെ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസാന്തരവുമാണ് മോശയുടെ ജീവിതത്തിൽ നമ്മൾ കാണുക. ആരാണ് മോശ? മോശയെക്കുറിച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിർവചനം, അദ്ദേഹം ഒരു പ്രവാചകനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള നിർവചനം പ്രവാചകനാണെന്ന് പറയുന്നത്? ഡ്യൂട്ടോണമി, നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, മോശ തന്നെ പറയുക, എന്നെപ്പോലെ ഒരു പ്രവാചകനെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശ ഒരു പ്രവാചകനാണെന്ന് അദ്ദേഹം തന്നെ സ്ഥാപിച്ചെടുക്കുകയാണ്. മോശയുടെ പ്രവാചക ദൗത്യം യഥാർത്ഥത്തിൽ
പിന്നെ പ്രവചിക്കുന്നു എന്നതിലുപരിയായി ദൈവത്തിൻ്റെ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നു എന്നതിലാണ് അറിയപ്പെടുക. അതുകൊണ്ട് പ്രവാചകന്മാർക്കുണ്ടാകുന്ന ദൈവദർശനം പോലെ തന്നെയാണ് ഇവിടെ മോശയ്ക്കും ഒരു ദർശനം ഉണ്ടാകുന്നത്. നമ്മൾക്കറിയാം, ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനം ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ പറയുന്നു. ആ കർത്താവിൻ്റെ രൂപവും ഭാവങ്ങളും ഒക്കെ പ്രവാചകൻ അവതരിപ്പിക്കുന്നു. ഉടനെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പാപിയാണെന്ന് പറഞ്ഞപ്പോൾ കൊടിൽ കൊണ്ടെടുത്ത തീക്കനനുമായി ഒരു സറാപ്പുകളിൽ ഒരാൾ വന്നു, എൻ്റെ നാവിൽ തൊട്ടു, എന്നിട്ട് പറഞ്ഞു നിൻ്റെ പാപം എടുത്ത് മാറ്റിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു പ്രവാചകൻ്റെ വിളിയെക്കുറിച്ചുള്ള സൂചനകളാണ് കൊടുത്തിരിക്കുന്നത്. ഗിദെയോണിനെ നമുക്കറിയാം, പിന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഗിദെയോണിനെ കുറിച്ച് നമുക്കറിയാം. ആ ഗിദെയോൺ പോലും ഗിദെയോൺ തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ സംശയിക്കുക. ആ സംശയിക്കുന്നതിനോട് പറയുക, എനിക്കൊരു അടയാളം കാണിച്ചതാ. അടയാളം കാണിച്ചു കൊടുക്കുന്നു, അങ്ങനെ ആ സംശയം ദൂരീകരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഇപ്പം എല്ലാ പ്രവാചകന്മാർക്കും യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ദൈവദർശനവും ആ ദൈവദർശനത്തിന് അവരുടെ ജീവിതത്തെ കൊടുക്കുന്ന വിശുദ്ധീകരണവുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ മോശയുടെ ജീവിതത്തിലും കാണുന്നത്. അതാണ് ഒന്നാമത്തെ മോശയുടെ അനുഭവം എന്ന് പറയുക. രണ്ടാമത് പറയുകയാണ്, ആരാണ് ഇത്, ആരാണ് എന്നെ വിളിച്ചത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? അവിടെ നല്ല ചെയ്തു, അടുത്ത് വരരുത്, നിൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ദൈവദർശനമുണ്ടായ സ്ഥലം പരിശുദ്ധമാണ്. ഈ പരിശുദ്ധി നിലനിൽക്കാനുള്ള കാരണം എന്നാ? ഉടനെ പറയും, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ആ ദൈവത്തെ ആണ് യഥാർത്ഥത്തിൽ മോശ മനസ്സിലാക്കുന്നത്. മോശയ്ക്ക് അന്ന് ദൈവം ആരാണെന്ന് അറിയില്ല, ദൈവത്തിൻ്റെ പേരെന്താണെന്ന് പോലും അറിയത്തില്ല, ഈ ദൈവത്തിൻ്റെ സ്വഭാവം അറിയത്തില്ല. പക്ഷേ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന മോശയ്ക്ക് ദൈവമായ കർത്താവ് കൊടുക്കുകയാണ് പിതാക്കന്മാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവദർശനമാണ് ഇത്. അതായത് പിതാക്കന്മാർ വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരിക, വെളിപാടിലൂടെ കടക്കുക, ദൈവാവിഷ്കരണമാണ് കാണുക. ദൈവത്തിൻ്റെ വെളിപാടുകൾ ഈ പിതാക്കന്മാരിലൂടെ വ്യക്തികളിലൂടെ അനുഭവപ്പെട്ടു, ഇന്ന് ഈ മോശയിലൂടെ അനുഭവവേദ്യമായിട്ട് മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് നമ്മളിവിടെ കാണുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണ്? ആ ദൗത്യമാണ് 7-ാമത്തെ വാക്യം മുതൽ കാണുന്നത്. കർത്താവ് മോശയോട് പറഞ്ഞു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ രോദനങ്ങൾ ഞാൻ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കേൾക്കുന്നു. അതിനാൽ ഈജിപ്ത് ദേശത്തുള്ള ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിന്നെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു. മോശയെ രക്ഷകനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. മൊഷായ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രക്ഷകനായിട്ട് മോശ ഒരു രക്ഷകനായിട്ട് തന്നെ മാറുകയാണ്. ആ ഒരു രക്ഷകൻ്റെ അനുഭവമാണ് ഈ വിശുദ്ധഗ്രന്ഥത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ജനം പാപം ചെയ്തു, ആ ജനത്തെ ദൈവം ശിക്ഷിച്ചു, ശിക്ഷയിൽ നിന്ന് ദൈവത്തിൻ്റെ ജനം നിലവിളിച്ചു, ആ നിലവിളിയുടെ സ്വരം കർത്താവ് കേട്ടു, അങ്ങനെ ദൈവം ഒരു രക്ഷകനെ കൊടുത്തു. ആ രക്ഷകൻ്റെ അനുഭവമാണ് യഥാർത്ഥത്തിൽ മോശയിലൂടെ കടന്നു വരിക. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവമാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. ദൈവമാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. 8-ാമത്തെ വാക്യത്തിൽ ആണ് പ്രധാനമായിട്ടും ഈ ജനത്തെ എങ്ങോട്ടേക്കാണ് രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് കടന്നു വരിക. യഥാർത്ഥത്തിൽ പറയുന്നത് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ എന്നിവരുടെ അടുത്തേക്ക്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് ഇതാ ഈ ജനത്തെ ഞാൻ നയിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ ജനത്തെ നയിക്കാൻ വേണ്ടി. അതായത് യാക്കോബിൻ്റെ കൂടെ ഇറങ്ങി വന്ന ദൈവം, ഈജിപ്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം, ആ ദൈവം വീണ്ടും ഈ ജനത്തെ നയിക്കാൻ വേണ്ടി മോശയോടൊപ്പം ഇറങ്ങി വന്നിരിക്കുന്നു എന്ന സൂചനയാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇനി നമ്മൾ കാണുന്നത് ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ വരുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഒറ്റയൊരു കാര്യമേ ഉള്ളൂ, ദൈവാരാധന. ഇനി അടുത്തതാണ്, എന്താണ് കർത്താവിൻ്റെ പേര്? ഇതെല്ലാം കേട്ട് നിൽക്കുന്ന മോശയ്ക്ക് മുമ്പിൽ മോശ ഒരു ചോദ്യം ചോദിക്കുകയാണ്. കർത്താവെ, നീ എന്നെ ഫറവോയുടെ അടുത്തേക്ക് വിടുമ്പോൾ ആരാണ് നിന്നെ വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു പറയണം? അപ്പോൾ നിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മളുടെ എല്ലാ പുസ്തകങ്ങളിലും പ്രത്യേകിച്ച് ബൈബിളിലൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ തന്നെ എന്നുള്ള വാക്കാണ്. ഞാൻ ആകുന്നവൻ,
വളരെ ഫിലോസോഫിക്കലായിട്ടുള്ളൊരു വാക്കാണ് അല്ലെങ്കിൽ തർജ്ജിമയാണ് ഇവിടെ കൊടുത്തിരിക്കുക. എന്നാൽ ഹെബ്രായ ഭാഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് എഹിയെ അഷർ എഹിയെ. അതായത് ആ വാക്കിന് എഹിയെ എന്ന വാക്കിൻ്റെ അർത്ഥം ഐ വിൽ ബി. രണ്ടാമത് അഷർ എന്ന വാക്കിൻ്റെ അർത്ഥം ദാറ്റ്. വീണ്ടും എഹി എന്ന വാക്കിൻ്റെ അർത്ഥം ഐ വാസ് അല്ലെങ്കിൽ ഐ വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ഇനിയുള്ള നാളുകളിലും ആയിരിക്കും. പണ്ട് കാലങ്ങളിൽ നിൻ്റെ പിതാക്കന്മാരോട് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കും എന്നുള്ള ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വാക്കിലൂടെ. അതുകൊണ്ട് ഈ വചനഭാഗം മനസ്സിലാക്കുമ്പോൾ ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യം ഇസ്രായേൽ ജനതയെ നയിക്കുന്ന മോശയ്ക്ക് കൊടുക്കുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ ഇതിൻ്റെ അകത്തെ പ്രത്യേകതകൾ. മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ കൊടുക്കുന്ന പ്രത്യേകതകൾ. ഒന്ന്, മോശ തൻ്റെ തന്നെ ഒരു കൺവേർഷൻ ആവശ്യപ്പെടുകയാണ്. പ്രവാചകന്മാർ ചെയ്യുന്നത് പോലെ, പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് പോലെ ഒരു കൺവേർഷൻ മോശയ്ക്ക് ആവശ്യമാണ്. ഒരു മെത്തനോയിയ അല്ലെങ്കിൽ ഒരു മാനസാന്തരം ആവശ്യമാണ്. കാരണം മോശ കടന്നു വന്നിരിക്കുന്ന പല ജീവിത സാഹചര്യങ്ങളിലൂടെയാണ്. രണ്ടാമത് മോശയോട് പറയും, ആരാണ് നിന്നെ അയക്കുന്നത്? ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവാണ്, അതുകൊണ്ട് സംഭ്രമിക്കേണ്ട. മൂന്നാമത് പറഞ്ഞ്, എന്തിനാണ് ഞാൻ നിന്നെ അയക്കുന്നത്? എൻ്റെ ജനത്തിൻ്റെ രോദനങ്ങൾ കേട്ടിരിക്കുന്നതുകൊണ്ട് അവരെ രക്ഷിക്കാൻ ഒരു രക്ഷകനായിട്ട് അയക്കുന്നു. നിൻ്റെ ദൗത്യം എന്താണ്? ഈ ജനതയെ രക്ഷിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ കർത്താവിന് വേണ്ടി ഒരു ദൈവത്തെ ആരാധിക്കണം. മൂന്നാമത് പറയുന്നത്, ആരാണ് അയക്കുന്നത്? അയക്കുന്നവൻ്റെ പേര് പറയുകയാണ്. ഞാൻ പഴയ കാലങ്ങളിൽ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഇനിയും അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ദൈവമായ കർത്താവ് തൻ്റെ തന്നെ പേര് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മോശയുടെ വൊക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മീഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മോശയുടെ ഡിവൈൻ അതോറിറ്റിയാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് മോശയുടെ അതോറിറ്റിയിലേക്ക് പോവുകയാണ്. എന്താണ് 16-ാമത്തെ വാക്യത്തിൽ? ദൈവമായ കർത്താവ്, നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടി പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനത്തോട് സംസാരിക്കുക. അപ്പോൾ ജനത്തോട് സംസാരിക്കുമ്പോൾ മോശയുടെ അതോറിറ്റി കാണിക്കുകയാണ്. മോശയുടെ അതോറിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോശയുടെ കയ്യിൽ ദൈവമായ കർത്താവ് ഒരു വടി കൊടുക്കുന്നു. വടി എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല, അതോറിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ മെത്രാന്മാർ കൈ വടി വെച്ചിരിക്കുന്ന അതോറിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ വടിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്, അത് യൂണിറ്റിയുടെ വടിയാണ്. ഷേവത്ത് എന്നും മത്തെ എന്നും രണ്ട് വാക്കുകൾ ഹെബ്രായ ഭാഷയിൽ പറയുന്നുണ്ട്. ഷേവത്തും മത്തയും ഈ രണ്ടും വടികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് രണ്ടും പലപ്പോഴും ഇത് വളരെ സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഷേവത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വടി എന്ന് മാത്രമല്ല, ട്രൈബുകൾ എന്നാണ്. കാരണം വടി സൂചിപ്പിക്കുന്നത് ട്രൈബുകളെയാണ്, അല്ലെങ്കിൽ ഗോത്രങ്ങളെയാണ്. ഗോത്രങ്ങളെല്ലാം ഒന്ന് ചേർന്ന് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മോശയുടെ അതോറിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെയാണ് പ്രധാനമായിട്ടും അത് സൂചിപ്പിക്കുക. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് മോശയുടെ അതോറിറ്റി കാണുമ്പോൾ മോശ വീണ്ടും പറയുകയാണ്, ഞാൻ വിക്കനാണ് എന്ന് പറയുമ്പോഴത്തേനും ഒരാളെ കൂടെ കൊടുക്കുന്നു. മോശയുടെ സഹോദരനായ അഹറോനെ കൊടുക്കുന്നു. അഹറോനെ എന്തിനാണ് കൊടുക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 25 ശേഷമുള്ള അധ്യായങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഒരു പരിശുദ്ധിയുടെ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെ നിയമസംഹിതകൾ കൊണ്ടുവരികയാണ്. വിശുദ്ധീകരണത്തിൻ്റെ നിയമസംഹിതകൾ ഏതൊക്കെ സ്ഥലങ്ങളും ഏതൊക്കെ വ്യക്തികളെയും വിശുദ്ധീകരിക്കണം, അവരുടെയൊക്കെ റോൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് 26-ാമത്തെ അധ്യായം മുതൽ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും അഹറോനെ ദൈവവചനത്തിന് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ കാവൽക്കാരായിട്ട് നിയമിക്കുന്നു. അവർ ലേവ്യ പുരോഹിതന്മാരുടെ ഗണത്തിലേക്ക് നിയമിക്കുന്നു. അങ്ങനെയാണ് അഹറോൻ
ലേവ്യനായിട്ട് പുരോഹിതനായിട്ട് മാറുന്നത്. മോശ ലേവി ഗോത്രത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മോശയുടെ സഹോദരൻ ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഉള്ളിൽ നിന്ന് ഒരു ജനത്തെ അല്ലെങ്കിൽ ഒരു പുരോഹിത വംശത്തെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പ്രവാചകനായ മോശയും പുരോഹിതനായ അഹറോനും ഒന്ന് ചേർന്ന് ജനത്തെ നയിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് 4-ാമത്തെ അധ്യായത്തിൻ്റെ കണ്ടൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അഹറോനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ പുരോഹിതനായ അഹറോനും പ്രവാചകനായ മോശയും ഒന്ന് ചേർന്ന് ഇസ്രായേലിനെ നയിക്കുന്നു. അത് ജോഷുവയുടെ കാലഘട്ടം വരെ ഇസ്രായേലിനെ നയിച്ചു. ജോഷുവയുടെ കാലഘട്ടമായപ്പോഴേക്കും പുരോഹിതനും പ്രവാചകനും ജോഷുവ എന്ന് പറയുന്ന വ്യക്തിയിൽ സമഞ്ജസമായിട്ട് സമ്മേളിച്ചു. പുരോഹിതനും പ്രവാചകനും. അങ്ങനെയാണ് യഹോശുവ എന്ന വാക്ക് പുതിയ നിയമത്തിലേക്ക് ഈ പേര് തന്നെയാണ് ഈശോ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ ഒരേ സമയം പുരോഹിതനും പ്രവാചകനുമായിട്ട്, നിത്യപുരോഹിതനും പ്രവാചകനുമായിട്ട് കടന്നു വന്നിരിക്കുക. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെയും പുതിയ നിയമ ഇസ്രായേലിൻ്റെയും ഒക്കെ യാത്ര സൂചിപ്പിക്കുക. അവരെ നയിക്കുന്നത് പുരോഹിതനും പ്രവാചകനുമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും 18-ാമത്തെ വാക്യം മുതൽ വളരെയധികം കൺഫ്യൂഷൻ നിൽക്കുന്ന വാക്യമാണ്. അതെന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. മോശ കർത്താവിൻ്റെ വചനമെല്ലാം സ്വീകരിച്ചതിന് ശേഷം മോശയെ ഇസ്രായേലിൻ്റെ രക്ഷകനും ആയിട്ട് ഉയർത്തിയതിന് ശേഷം ഈ മോശയെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴാണ് മോശയ്ക്കൊരു സംശയം. അദ്ദേഹം പോകുന്നത് മിദിയാൻകാരനായ തൻ്റെ അമ്മായിയപ്പൻ്റെ അടുത്തേക്കാണ്. അമ്മായിയപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭാര്യയായ സിപ്പോറായുമുണ്ട്, അതുപോലെ തന്നെ മകനായ ഗർഷോമുമുണ്ട്. ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവർ മിദിയാൻകാരുടെ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. കടന്നു പോകുന്നു. അപ്പോൾ മോശയ്ക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ഒക്കെ പ്രയാസങ്ങൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് 4-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നത്. എങ്ങനെയാണ് ആ ഒരു മിദിയാൻ ബന്ധം മോശ ടാക്കിൾ ചെയ്തത്, എങ്ങനെയാണ് അദ്ദേഹം അതിനെ ഓവർകം ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ഭാഗമാണ് പ്രധാനമായിട്ടും നമ്മൾ 18-ാമത്തെ വാക്യത്തിൽ കാണുക. അതൊരു കൺഫ്യൂഷൻ നിറഞ്ഞ ഒരു സംഗതിയാണെങ്കിൽ ആയതുകൊണ്ട് നമുക്ക് അത് വളരെയധികം സാവധാനമായിട്ട് അതിനൊന്ന് മനസ്സിലാക്കുകയും അതിനൊന്ന് പഠിക്കുകയും ചെയ്യുന്നത് അനിവാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പഠിച്ച ഈ ഭാഗം മോശയുടെ വിളിയെക്കുറിച്ചുള്ള ഭാഗമാണ്. മോശ എങ്ങനെയാണ് ദൈവമായ കർത്താവ് വിളിച്ചത്, രൂപപ്പെടുത്തിയത്, അതുപോലെ തന്നെ മോശയ്ക്ക് കൊടുത്ത ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ മോശയെപ്പോലെ നമ്മളെ എല്ലാവരെയും ദൈവം രക്ഷകരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ആ ചിന്ത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് കൂടുതൽ അടുത്ത് നിന്ന് ജീവിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.